മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം ആയി അല്പം മുമ്പാണ് യോഗങ്ങൾ പൂർത്തിയായത്. അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. LDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇതോടുകൂടി ഉണ്ടാകും. കോടിയേരി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കേരളത്തിലെ UDFൻ്റെ പ്രധാനപ്പെട്ട നേതൃതലത്തിൽ പ്രവർത്തിച്ചിരുന്ന 3 പേരാണ് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും. അതിൽ KM മാണി കേരള കോൺഗ്രസ് തന്നെ UDF വിട്ട് ആ സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ അവർ UDFനകത്ത് ഒരു ഘടകകക്ഷിയല്ല. പിന്നീട് ഈ മുന്നണിയെ മുന്നോട്ട് നയിച്ചത് പ്രധാനപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ UDFന് പ്രസക്തിയില്ല എന്ന തിരിച്ചറിവാണ് കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയം വിട്ട് ദേശീയ തലത്തിലേക്ക് പോകും എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒരു തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു ഇലക്ഷനായിരിക്കും ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. 5 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം രൂപപ്പെടുന്ന ദേശീയ രാഷ്ട്രീയം ഈ ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ദേശീയ തലത്തിൽ ശക്തമായൊരു വർഗീയ ധ്രുവീകരണത്തിനാണ് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷ ബദലാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായും വർഗീയതയ്ക്കെതിരായിട്ടുമുള്ള ഒരു പോരാട്ടമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഈ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്തവണത്തെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. അതോടൊപ്പം 10 മാസക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം, അതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് ഇടതുപക്ഷം പ്രചരിപ്പിക്കും. ആ തരത്തിലൊരു ശക്തമായ ഒരു രാഷ്ട്രീയ സമരം ആയി ഈ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ് ഇടതുപക്ഷ മുന്നണി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മറ്റ് പ്രശ്നങ്ങളെ സംബന്ധിച്ച് 20-ാം തീയതി ചേരുന്ന LDFൻ്റെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. 21-ാം തീയതി LDFൻ്റെ ലോക്സഭാ അടിസ്ഥാനത്തിലുള്ള മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സമ്മേളനം മലപ്പുറത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. 23, 24 തീയതികളിലായി എല്ലാ അസംബ്ലി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള മണ്ഡലം കമ്മിറ്റികളും രൂപീകരിക്കുന്നതായിരിക്കും. ബൂത്ത് തലം വരെയുള്ള LDF കമ്മിറ്റികൾ സമീപ ദിവസങ്ങളിൽ തന്നെ രൂപീകരിക്കപ്പെടും. അങ്ങനെ ശക്തമായ ഒരു രാഷ്ട്രീയ സമരത്തിന് വേണ്ടി പാർട്ടി മെമ്പർമാരും വർവക ഭോജന സംഘടനാ പ്രവർത്തകന്മാരും രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടി ആഹ്വാനം ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ LDFൽ കഴിഞ്ഞ തവണ CPM മത്സരിച്ച ഒരു നിയോജക മണ്ഡലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. അപ്പം അതിൻ്റെ ഭാഗമായി CPM ആണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. ഈ കാര്യം സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയിലെ പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയിലെയും സഖാക്കളുടെ അഭിപ്രായങ്ങളെല്ലാം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPMൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി
കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിക്കൊണ്ട് പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനാർത്ഥി DYFIയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഫൈസലാണ് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് MV ഫൈസൽ. ഈ പേര് പാർട്ടി ജില്ലാ കമ്മിറ്റി ഐകകണ്ഠേന നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ പേരിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം കൈക്കൊള്ളുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിനെ അറിയില്ലേ വേണ്ടു, അതിനല്ലേ ഇപ്പോൾ രാവിലെ മുതലേ ശരി. DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഫൈസൽ ആണ് മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി. CPIMന്റെ സ്ഥാനാർത്ഥിയാണ് മലപ്പുറത്ത് മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് MV ഫൈസലാണ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ മുതൽക്കേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചിരുന്നതിന് ശേഷമാണ് CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചത്. നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ മലപ്പുറം തെരഞ്ഞെടുപ്പ് വളരെ സുപ്രധാനം ആണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് UDF ശിഥിലമായ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്തൊരു സാഹചര്യം അല്ല ഇപ്പോൾ മലപ്പുറത്ത് ഉള്ളത്. മാണി UDF വിട്ടത് അടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ UDFന് പ്രസക്തി നഷ്ടമായി എന്നതുകൂടി കണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് മലപ്പുറം സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു തീരുമാനമായിരിക്കും ജനങ്ങൾ എടുക്കുക എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. നേരത്തെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാകും ഇത്തവണത്തെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് MV ഫൈസലാണ് CPIM സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ലതീഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, MV ഫൈസലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, DYFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് MV ഫൈസൽ. അഡ്വക്കേറ്റ് MV ഫൈസലിനെ സ്ഥാനാർത്ഥിയായി CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആലോചനയെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ CPIM കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. MV ഫൈസൽ ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ദീർഘകാലമായി യുവജന രംഗത്ത് സജീവമായി മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന MV ഫൈസലിനെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. LDFന്റെ മറ്റു ക്യാമ്പയിൻ രംഗത്തുള്ള പ്രവർത്തനം വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച ഒരു മത്സരം കാഴ്ചവെക്കുക, ഏറ്റവും മികച്ച വിജയം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ DYFIയുടെ യുവത്വം എന്നുള്ള നിലയിൽ തന്നെ DYFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് MV ഫൈസലിനെ CPIM നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. MV ഫൈസൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ DYFI ദീർഘകാലമായി DYFI ജില്ലാ ഭാരവാഹിയായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി സമര പോരാട്ടങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് MV ഫൈസൽ. ഇപ്പോൾ അദ്ദേഹം ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. വർഗീയതയ്ക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനുമെതിരെയുള്ള ഒരു വിധിയെഴുത്താവും അത്തരമൊരു ജനവിധിയാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം വലിയ പ്രാധാന്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ഇത്രയും 9 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും ഈ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, സ്വാഭാവികമായും ഇവിടെ ഫൈസലിനെ പോലെ ഒരു വ്യക്തി ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, അതോടൊപ്പം DYFIയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിലും ജില്ലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ഒരു പ്രസക്തി ഒരുപക്ഷെ ഫൈസലിനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ LDF കാണുന്ന അല്ലെങ്കിൽ CPIM കാണുന്ന ഈ മത്സരത്തിൻ്റെ ഒരു പ്രസക്തി അത് ഫൈസലിലൂടെ എങ്ങനെയായിരിക്കും? ലതീഷ്.
DYFI ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ മലപ്പുറം പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ യുവാക്കളുടെ ഒരു വോട്ട് വളരെ നിർണായകമാണ്. യുവാക്കൾക്ക് വളരെ കൂടുതൽ യുവാക്കളുള്ള ഒരു മണ്ഡലം കൂടിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം എന്നതുകൊണ്ട് തന്നെ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് മികച്ച ഒരു മത്സരത്തിനും അതേപോലെ തന്നെ വലിയൊരു വിജയ സാധ്യതയും ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MB ഫൈസലിനെ പോലെ DYFIയുടെ ജില്ലാ ഭാരവാഹിയായ ഒരാളെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സൗമ്യ. ലതീഷ്, അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത ഒരു UDF സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മാണി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ സജീവമായി പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിലൊക്കെയുള്ള കോൺഗ്രസ് ലീഗ് പ്രശ്നങ്ങളൊക്കെ സജീവമായി നിൽക്കുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിച്ചിരുന്നതാണ്. ഈ ഒരു പശ്ചാത്തലമൊക്കെ എത്രത്തോളം തങ്ങൾക്ക് അനുകൂല ഘടകമാകുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഒപ്പം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും. സൗമ്യ, മലപ്പുറം ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മത്സരം LDF സ്ഥാനാർത്ഥികൾക്ക് നടത്താൻ കഴിയുന്നത്. അത് പെരിന്തൽമണ്ണയും മങ്കടയും മാത്രമാണ്. മറ്റ് വേങ്ങര, മലപ്പുറം പോലുള്ള മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിൽ വളരെ കൃത്യമായ ഒരു വോട്ട് ബേസ് മുസ്ലിം ലീഗിനുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം മണ്ഡലം. PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ അവർ മത്സരിപ്പിക്കുമ്പോൾ അവർ കൃത്യമായ ഒരു രാഷ്ട്രീയം മുസ്ലിം ലീഗും അല്ലെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർക്ക് ഈ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും കരുത്തനായി തന്നെ അവർ രംഗത്തിറക്കുന്നത് ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് MB ഫൈസലിനെ പോലെ യുവാവായ അല്ലെങ്കിൽ DYFI സമരരംഗത്ത് സജീവ സാന്നിധ്യമായ MB ഫൈസലിനെ CPIM അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. KM മാണി ഒരു ഘടകമൊന്നും മലപ്പുറം മണ്ഡലത്തിൽ ഒരു ഘടകമേ അല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ കോൺഗ്രസുമായി ചില പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി LDFന് ഗുണകരമാവും എന്നുള്ള രീതിയിൽ എന്നു തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സൗമ്യ. ഒരുപക്ഷെ ലതീഷ്, ആദ്യം മുതൽക്കേ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ, അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഈ വിധത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു സാധ്യതയിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന വലിയൊരു വിമർശനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വിട്ടുനിൽക്കൽ അതൊരു പക്ഷേ പല രീതിയിലും ലീഗിനെ ആയാലും പ്രത്യേകിച്ച് ജില്ലയിലെ UDF വിഷയങ്ങളിലൊക്കെ ആയാലും ബാധിക്കുമെന്ന രീതിയിലൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൂടി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ദേശീയ നേതൃത്വത്തിലേക്കുള്ളൊരു പോകുക എന്ന് പറയുന്നത് ഇവിടുത്തെ ശിഥിലമായ UDF സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതിൻ്റെ കൂടി ഭാഗമാണെന്നൊക്കെ പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ കൂടി ബാധിക്കുമെന്നൊരു കണക്കുകൂട്ടൽ പൊതുവിലുണ്ടോ? തീർച്ചയായും കോൺഗ്രസ്സിന് വേങ്ങര അസംബ്ലി മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾക്കെതിരെ പരസ്യമായി എത്രത്തോളം കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. അത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും ഈ പറയുന്ന വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് UDFൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ട് എങ്കിലും ഈ ഒരു മണ്ഡലത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെതിരെ എത്രത്തോളം ശക്തമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം CPIMനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ രാഷ്ട്രീയം LDF ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ മുന്നോട്ട് വെക്കുന്നു. മതനിരപേക്ഷ ശക്തികളുടെ ഒരു വിജയം, മതനിരപേക്ഷതയുടെ വിജയം, അതാണ് LDF മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ മതനിരപേക്ഷ ശക്തികൾക്ക് പ്രാധാന്യം ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ മലപ്പുറം ജനത ഉൾക്കൊള്ളുമെന്ന് LDF നേതൃത്വം കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് MB ഫൈസലിനെ പോലുള്ള ഒരു കരുത്തനായ യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ
ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ CPIM തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫൈസലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴുള്ള ഒരു പശ്ചാത്തലം കൂടി, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്ക്, പ്രത്യേകിച്ച് ലോക്സഭാ മണ്ഡലത്തിൽ വളരെ സജീവമായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ആനുകൂല്യം സ്വാഭാവികമായും ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ താഴെ തട്ടിലേക്ക് കൂടി ശക്തമായി പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് ഒരു വെല്ലുവിളി, പ്രത്യേകിച്ച് ലീഗിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് മലപ്പുറം. പക്ഷേ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്താനൊരു സാഹചര്യമാണോ ഇവിടെ LF ഒരുക്കുന്നത്? തീർച്ചയായും മലപ്പുറത്തെ വിജയിക്കുക അല്ലെങ്കിൽ അപ്രാപ്യമായ ഒരു സംഭവമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന 1,97,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ വോട്ട് കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ അതിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. വിജയരാഘവൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, MB ഫൈസലിനെ പോലെ ഒരു യുവത്വത്തെ നമ്മൾ രംഗത്തേക്ക് ഇറക്കുമ്പോൾ എന്താണ് MB ഫൈസലിനെ പോലെ ഒരു യുവാവിനെ, അല്ലെങ്കിൽ DYFI സമരരംഗത്ത് ദീർഘനാളായി മലപ്പുറം ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവിനെ രംഗത്തിറക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് CPM-ന് അല്ലെങ്കിൽ LDF-ന്? വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഇടതുപക്ഷം MB ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, യുവതലമുറ ഇടതുപക്ഷാഭിമുഖ്യമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പുതിയതായി ചെയ്യുന്ന വോട്ടുകളിൽ നിന്ന് മുസ്ലിം ലീഗിന് കിട്ടുന്ന, അല്ലെങ്കിൽ UDF-ന് കിട്ടുന്ന ഷെയർ കുറവാണ്. എല്ലായ്പ്പോഴും അത് ഇടതുപക്ഷത്തിന് കൂടുതലായി കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതാണ് അനുഭവം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ ജില്ലയിൽ ആകെ എടുത്ത് നോക്കിയാൽ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ മലപ്പുറത്ത് മറ്റുള്ള പ്രത്യേക സാഹചര്യം വന്നത്, പൊന്നാനി എടുത്ത് നോക്കിയാൽ വലിയ തോതിൽ യങ്സ്റ്റേഴ്സ് പിന്നെ ഇടതുപക്ഷ അനുകൂലമായിട്ടാണ് അതിന് ജില്ലയിൽ വോട്ട് ചെയ്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിലാകട്ടെ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ജില്ലയിൽ ഉണ്ടാക്കിയത്. പുതിയ തലമുറയുടെ വോട്ട് കിട്ടിയതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ 50% വോട്ട് കിട്ടാത്തൊരു അനുഭവം UDF-ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി അത് മാറി. അതിൽ മാറിയതിൽ ജില്ലയിൽ LDF ഫീൽഡ് ചെയ്ത സ്ഥാനാർത്ഥികളുടെ യുവത്വം അതിന് വലിയൊരു സഹായകരമായ മാറിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറ ഇത്തരം മതവർഗീയ ചേരിതിരിവിന് അനുകൂലമായിട്ടല്ല, അല്ലെങ്കിൽ സാമ്പത്തിക ഉദാരവൽക്കരണ കാലത്തോട് യോജിച്ചുകൊണ്ടല്ല, മറിച്ച് കുറേ കൂടി ഊർജ്ജസ്വലമായി കാലത്തിൻ്റെ തെറ്റുകളോട് പ്രതികരിക്കുന്നവരാണ്. മതനിരപേക്ഷ മൂല്യങ്ങളിലും സാമൂഹ്യ മാറ്റത്തിനു വേണ്ടിയൊക്കെയുള്ള ഉൾക്കാഴ്ചയാണ് അവരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഊർജ്ജമാകെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകും. കേരള രാഷ്ട്രീയത്തിൽ തോൽപ്പിക്കപ്പെടേണ്ട ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി എന്നതുകൊണ്ട് തന്നെയാണ് മുമ്പ് മറ്റൊരു യുവാവിനെ വെച്ചുകൊണ്ട് പിന്നെ KT ജലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെച്ചാണ് ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അസ്തമയത്തിന് സഹായകരമായ രൂപത്തിൽ ഒരു പുതിയ ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ദേശീയ രാഷ്ട്രീയം, പ്രത്യേകിച്ച് UP തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പ്രത്യേക സാഹചര്യം രാജ്യവ്യാപകമായി തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മതനിരപേക്ഷ ശക്തികൾക്കെതിരെ വലിയ വെല്ലുവിളി RSS പോലുള്ള ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയം എത്രത്തോളം ഈ മലപ്പുറത്തിന് മണ്ണിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായും ദേശീയ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടെന്നാൽ ഈ കഴിഞ്ഞ UP ഉൾപ്പെടെയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ സംഘപരിവാറിന് ലഭിച്ച മുൻകൈ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശരിയായ ഒരു ബദലിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ചേരിയെ രൂപപ്പെടുത്തിയില്ലെങ്കിൽ അത് RSS സംഘപരിവാറിന് അനുകൂലമായിട്ട് മാറുമെന്നത്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കണ്ട എന്താ, താൽക്കാലികമായി തട്ടുകൂട്ടിയൊരു മുന്നണി വന്നു. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും പിന്നെ കോൺഗ്രസും സഖ്യമുണ്ടാക്കി. പക്ഷേ ആ സഖ്യത്തിന് വോട്ട് കിട്ടിയില്ല. വോട്ട് കിട്ടണമെങ്കിൽ ജനങ്ങളിൽ വിശ്വാസ്യതയുള്ള നയങ്ങളുണ്ടാവണം. ആ നയങ്ങളുടെ അഭാവമാണ് UDF-നും കോൺഗ്രസിനും ഇന്നുള്ളത്. അപ്പോൾ BJP-ക്കെതിരായ സമരത്തിൽ വിശ്വാസ്യതയോടുകൂടി ജനങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയുക ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷത്തിൻ്റെ ശാക്തികമായ വിപുലീകരണം എന്നത് ഇന്നത്തെ ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയമാണ്. അത് BJP-ക്കെതിരായ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം സൃഷ്ടിക്കാനും അത്യാവശ്യമാണ്. ആ ഉയർന്ന രാഷ്ട്രീയമാണ് വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പൈതൃകമുള്ള മലപ്പുറത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ഇടതുപക്ഷം യുവ സ്ഥാനാർത്ഥി വെച്ചുകൊണ്ട് ഈ ഉയർന്ന രാഷ്ട്രീയം നന്നായി പ്രചരിപ്പിക്കപ്പെടുകയും UDF-ൻ്റെ ജീർണമായ രാഷ്ട്രീയത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. സംസ്ഥാന ഭരണത്തിൻ്റെ കൂടി ഒരു വിലയിരുത്തലാവും, പിണറായി സർക്കാരിൻ്റെ കൂടി ഒരു വിലയിരുത്തലാകും എന്നുകൂടി
കോടിയേരി പറയുകയുണ്ടായി. സംസ്ഥാന ഭരണം അല്ലെങ്കിൽ സംസ്ഥാന ഭരണം ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളുടെ എത്രത്തോളം ഈ മലപ്പുറം മണ്ഡലം പോലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്? അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ക്യാമ്പയിനായിരിക്കും LDF ഉയർത്തിക്കൊണ്ടുവരിക? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടും അതോടൊപ്പം ഭരണപരമായ കാര്യനിർവഹണവും നടത്തി വരികയാണ്. അത് നമ്മൾ കണ്ടൊരു കാര്യം, സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ അളവ് ചിട്ടകൾക്കനുസരിച്ച് മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ബജറ്റും കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തി വരുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ സാമ്പത്തിക ഉദാരവൽക്കരണം കേരളത്തിൻ്റെ പൊതു പുരോഗതിക്കുണ്ടാക്കിയ പരിമിതികളെ ഉല്ലംഘിച്ചുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഉദാരവൽക്കരണം ഉപേക്ഷിച്ചു പോകുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റ് അടിസ്ഥാന സൗകര്യ വിപുലീകരണം എന്നീ മേഖലയിൽ അവർക്ക് കൂടി അതിൻ്റെ സാധ്യതകൾ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരിടത്തും ഇത്തരം ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ വളരെ വ്യതിരിക്തമായ ഉൾക്കാഴ്ചയുള്ള സാധാരണ മനുഷ്യനെ കൂടി അവൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ള നിലയ്ക്ക് കേരളം ആർജിച്ച നേട്ടങ്ങളുടെ വിപുലീകരണ സാധ്യതയാണ് നമ്മൾ ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റുകൾ, ഗവൺമെൻറ്റിൻ്റെ മുൻഗണനാക്രമങ്ങൾ, അതിലൊക്കെ അത് നമുക്ക് ദൃശ്യമാണ്. മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ് ഈ നിലയിൽ കാര്യങ്ങളെ കാണുന്നില്ല. എപ്പോഴും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടാണ് ബജറ്റുകൾ വരുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് പൊതുവെ ബഹുജന പിന്തുണ ലഭ്യമാവുന്നുണ്ട്. സമൂഹത്തിൽ നല്ല അംഗീകാരം അതിന് കിട്ടിപ്പോകുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഭൂരിപക്ഷം ജനങ്ങളോട് അവരുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന വളരെ അനുഭാവപൂർണമായ സമീപനം, അതും വികസനവുമായി ബന്ധപ്പെടുത്തിയിട്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന സമീപനങ്ങൾ, ഇതെല്ലാം പൊതുവെ അഭിനന്ദനാർഹമാണ്. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെടുത്ത മുൻകൈയോട് ആർക്കും വിയോജിപ്പ് രേഖപ്പെടുത്താനുമാവില്ല. അതാകെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഗവൺമെൻറ്റിലെ മന്ത്രിമാരും കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും. ഒരുപാട് ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ നല്ല നിലയിൽ ഇത് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുന്നതും വളർത്തേണ്ടതുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സംവാദം, അഭിപ്രായങ്ങളും പ്രചരണവും ചർച്ചയും നടക്കും. തീർച്ചയായിട്ടും ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളും നിലപാടുകളും വർഗീയവൽക്കരണവും കോർപ്പറേറ്റ് അതുണ്ടാക്കുന്ന ജനജീവിതത്തിൻ്റെ പരിമിതികളും ചർച്ച ചെയ്യും. അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വിശേഷിച്ച് സാധാരണ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ പ്രചരണ വിധേയമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുക. UDFൻ്റെ ശിഥിലീകരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒന്നായി ഈ മലപ്പുറം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ A. വിജയരാഘവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്ത്, ഒപ്പം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി തന്നെ LDF സ്ഥാനാർത്ഥിയുടെ ഒരു വിജയം, ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനുള്ള വോട്ട് കൂടി നേടുക എന്ന തന്ത്രം തന്നെയാണ് LDF അല്ലെങ്കിൽ CPIM ഈ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുക. അത്തരം ഒരു പ്രചരണ രീതിക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മലപ്പുറം സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. സൗമ്യ, ഒരുപക്ഷെ ഇനിയും അങ്ങോട്ടെല്ലാം കാര്യങ്ങൾ വളരെ ഷെഡ്യൂൾഡായി കൊണ്ടുപോകാനും കൂടിയാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി. പ്രത്യേകിച്ച് 20-ന് LDF സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്ന വിഷയം, 21 മുതൽ അങ്ങോട്ട് ലോക്സഭാ മണ്ഡലം കമ്മിറ്റി രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണ്. ഒരുപക്ഷെ പ്രാദേശിക തലങ്ങളിലേക്കൊക്കെ തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിലേക്ക് ഇനി സജീവമായി കടക്കുകയായിരിക്കുമോ LDFൻ്റെ പ്ലാൻ? തീർച്ചയായും 21-നാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ചേരാൻ LDF തീരുമാനിച്ചത്. 23, 24 തീയതികളിലായി 7 അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കും. 25ഓടുകൂടി സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചരണത്തിന് തുടക്കമിടാനുള്ളൊരു തീരുമാനം കൂടി LDF എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായൊരു ചിട്ടയായൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം
മുൻകാലങ്ങളിൽ എല്ലാം ലതീഷ് തിരികെ എത്താം. ഏതായാലും ഇപ്പോൾ മലപ്പുറത്ത് അഡ്വക്കേറ്റ് MB ഫൈസലാണ് LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് MB ഫൈസൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ ചങ്ങരംകുളം ഡിവിഷനിലെ പഞ്ചായത്ത് അംഗം കൂടിയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് MB ഫൈസലാകും LDF സ്ഥാനാർത്ഥി. നിലവിലെ കേരള ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും ഇത്തവണ മലപ്പുറം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് കാണുക എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞത്. അല്പം മുമ്പാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ UDFന്റെ പ്രസക്തിയൊക്കെ നഷ്ടമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് LDFനെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതായി തീർന്നെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു, ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു അഹമ്മദ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ MB ഫൈസലിന്റെ പ്രതികരണത്തിലേക്ക് വിളിച്ചു വരുത്തി പറയുമ്പോൾ മാത്രമാണ് ഈ സ്ഥാനാർത്ഥിത്വം അറിയുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും വലിയ ഈ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം വലിയ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം മറിയുന്ന കണക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? പുതിയ കാലത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ നല്ലതുപോലെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ജനപക്ഷ ഗവൺമെൻറ് ഏത് രൂപത്തിലാണ് സാധാരണക്കാരുടെ സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞൊരു 10 മാസക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്. ക്ഷേമ പെൻഷനാണെങ്കിലും മറ്റ് പ്രവാസി മേഖലയിലെ ഇടപെടലും മറ്റ് രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ ബജറ്റ് ഉൾപ്പെടെ വലിയ രൂപത്തിൽ ഈ കേരളത്തിൻ്റെ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഇടപെടലായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് നല്ലതുപോലെ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ യുവാക്കൾ വലിയ നിർണായകമായ ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ് മലപ്പുറം. ആ യുവത്വത്തിന്റെ വോട്ട് എത്രത്തോളം ഫൈസൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും യുവാക്കളും വിദ്യാർത്ഥികളും നല്ലതുപോലുള്ള ഒരു മേഖലയാണ് നമ്മുടെ ജില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ്. അതിനനുസൃതമായി യുവാക്കളുടെ എണ്ണവും കൂടുതലാണ്. യുവജനങ്ങൾ പൊതുവായി ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും പുരോഗമന രാഷ്ട്രീയത്തോടും ഫാഷിസ്റ്റ് പ്രവണതകളോടും എതിർത്ത് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അത് DYFI നടത്തുന്ന ക്യാമ്പയിനുകളിലൊക്കെ യുവത്വമാകെ ഇരമ്പിയാർത്ത് വരുന്ന ഒരു പൊതു കാഴ്ച മറ്റ് ക്യാമ്പയിനുകളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ യുവത്വവും വിദ്യാർത്ഥികളും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ നിലപാടുകളും ഇതിനകത്ത് നിർണായകമാണ് എന്നുള്ളതാണ്. എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ ചുരുക്കി കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നല്ല പ്രചാരണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് സംഘടിപ്പിക്കുക. അതിനനുകൂലമായ വിധിയെഴുത്തുണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തോടെയാണ്. അതുപോലെ തന്നെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല ആത്മവിശ്വാസത്തോടെ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രംഗത്തിറങ്ങണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. MB ഫൈസൽ മലപ്പുറത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി CPM-ന്റെ സ്ഥാനാർത്ഥി MB ഫൈസലാണ് ഇപ്പോൾ സംസാരിച്ചത്. വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം എങ്കിലും എല്ലാ സാധ്യതകളും കൂടി കണക്കിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് MB ഫൈസൽ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്നിപ്പോൾ മലപ്പുറം ബേസ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ നടന്ന ചർച്ചകളിലുമൊക്കെ തന്നെയും മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ പരിചിതനായ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് DYFI ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ചങ്ങരം ഡിവിഷനിലെ അംഗം കൂടിയായ
അഡ്വക്കേറ്റ് ഫൈസലിനെ MB ഫൈസലിനെ LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ വളരെ വേഗം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക കൂടിയാണ് LDF. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് MB ഫൈസൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു യുവത്വത്തിന്റെ പ്രതിനിധി കൂടിയായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ പോസിറ്റീവായി തന്നെയാകും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം നിലവിലെ UDF രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ലീഗിന് തിരിച്ചടിയാകും എന്ന കണക്കുകൂട്ടലിലൊക്കെയാണ് ഉള്ളത്. മലപ്പുറത്ത് അഡ്വക്കേറ്റ് MB ഫൈസൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലീഗ് സ്ഥാനാർത്ഥിയായ PK കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ അഡ്വക്കേറ്റ് MB ഫൈസൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കടുത്ത പോരാട്ടത്തിലേക്കാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം ബൈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സാഹചര്യങ്ങൾ ഉള്ളത്. ലതീഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, അല്പം മുമ്പ് ഫൈസൽ സംസാരിക്കുക കൂടി ചെയ്ത് വലിയൊരു പ്രതീക്ഷ അദ്ദേഹവും പങ്കുവയ്ക്കുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളെ കണ്ടാൽ ലതീഷ്. സൗമ്യ, തീർച്ചയായും നമ്മളോടൊപ്പം ഇപ്പോൾ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി MB ഫൈസൽ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് താങ്കൾ ഈ മത്സരരംഗത്തേക്ക് വരുന്നത്. മലപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ യുവാക്കൾക്ക് വലിയ സ്വാധീനവുമുണ്ട്. എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്? പുതിയ കാലത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരം തേടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളുമെല്ലാം നല്ല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പിനകത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് കേരളത്തിൽ. അതിനനുസൃതമായ യുവാക്കളുടെ എണ്ണവും കൂടുതലാണ്. ആ യുവാക്കളും വിദ്യാർത്ഥികളും ഞങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. എല്ലാ കാലത്തും യുവത്വം മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഒരു മാറ്റം ഈ മലപ്പുറം മണ്ഡലത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മുമ്പ് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം TK ഹംസ നേടുകയുണ്ടായി. മണ്ഡലത്തിൻ്റെ ഒരുപാട് മാറ്റം വന്നെങ്കിൽ പോലും അന്ന് ബേപ്പൂരും കുന്ദമംഗലം ഉൾപ്പെടെയുള്ള ഒരു മണ്ഡലമായിരുന്നെങ്കിൽ പോലും ഇന്ന് ഈ മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് മറ്റു സാഹചര്യങ്ങളെ അപേക്ഷിച്ച് വലിയ ഒരു സ്വാധീനമുള്ള മേഖല തന്നെയാണ്. പെരിന്തൽമണ്ണ, മങ്കട പോലുള്ള മണ്ഡലങ്ങളിലാണ് LDFന് വലിയൊരു സ്വാധീനമുള്ളത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം വിജയങ്ങളുടേത് മാത്രമല്ല അട്ടിമറികളുടേത് കൂടിയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അട്ടിമറിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സുസജ്ജമായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതിനനുകൂലമായൊരു വിധിയെഴുത്തി മലപ്പുറം മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം എത്രത്തോളം സജീവ ചർച്ചയാക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? പ്രത്യേകിച്ച് UP തെരഞ്ഞെടുപ്പിന് ശേഷം വർഗീയ ശക്തികളുടെ അല്ലെങ്കിൽ RSൻ്റെ ഒരു കടന്നുകയറ്റമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആ ദേശീയ രാഷ്ട്രീയം, മോദി ഗവൺമെൻറ്റിൻ്റെ ഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എത്രത്തോളം സജീവ ചർച്ചയാവും? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ രാഷ്ട്രീയമായിരിക്കും. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഭരണഘടനയുമെല്ലാം അട്ടിമറിക്കപ്പെടുകയും ഫാഷിസത്തിനും വർഗീയതയ്ക്കും വലിയ അളവിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും എന്നുള്ളത് പൊതുസമൂഹമാകെ വിലയിരുത്തുന്നതാണ്. തീർച്ചയായും ആ ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉയർന്നു വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പൊതുസമ്മതം രൂപീകരിക്കുന്നതിൽ സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 മാസത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുകൂടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. LDF ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ആ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി LDF മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ 10 മാസക്കാലം കൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തലതിരിഞ്ഞ വികസന കാഴ്ചപ്പാടുകളെയും അതുപോലെ തന്നെ മറ്റ് സഭ്യമല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടക്കുകയുണ്ടായി. ആ പ്രവർത്തനങ്ങളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുകയും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. ആ ഗവൺമെൻറ് കഴിഞ്ഞ 10 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഈ കേരളത്തിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അതുപോലെ തന്നെ പണിയെടുക്കുന്നവരുടെയും എല്ലാം ആശ്വാസമായി മാറുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ക്ഷേമ പദ്ധതികളാണെങ്കിലും പ്രവാസി മേഖലയിലെ ഇടപെടലുകളാണെങ്കിലും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും തീർച്ചയായും ഒരു നവകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. സൗമ്യ, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, 10 മാസത്തെ ഭരണ നേട്ടങ്ങൾ, ഒപ്പം
കേന്ദ്ര സർക്കാരിനെതിരായ ഒരു നിലപാട്, അത്തരത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഒരു വിജയം, ഒപ്പം മലപ്പുറം മണ്ഡലത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ യുവാക്കളുടെ വലിയ പിന്തുണ, അതെല്ലാം LDF സ്ഥാനാർത്ഥി MP ഫൈസൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. അട്ടിമറി നടക്കും, ഈ മലപ്പുറം മണ്ഡലത്തിൽ വലിയൊരു അട്ടിമറി വിജയം നേടാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് MP ഫൈസൽ. ഏതായാലും മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് MP ഫൈസൽ മത്സരരംഗത്തേക്ക് വരുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായൊരു വെല്ലുവിളി ഉയർത്തുക എന്ന രീതിയിൽ ഒരു യുവ പ്രതിനിധിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് LDF. അതുതന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി പറഞ്ഞത്. ഒപ്പം മറ്റു പല ഘടകങ്ങളും LDFന് അനുകൂലമാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഫൈസലിനെയാണ് LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ ചില സുപ്രധാനമായ കാര്യങ്ങൾ കൂടി പറയുകയുണ്ടായി കോടിയേരി ബാലകൃഷ്ണൻ. പ്രത്യേകിച്ച് നിലവിലെ UDF രാഷ്ട്രീയം തകർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കോട്ടയത് പറയുകയാണ്, തകർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അവിടെയാണ് മലപ്പുറം പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലുള്ള സാധ്യതകൾ തേടുന്നത്. ഒപ്പം ഒരു യുവ റെപ്രസെന്റേഷൻ കൂടി വരുമ്പോൾ അത് ഒന്നുകൂടി വർദ്ധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെയും ഒക്കെ കാണുന്നത്? LDF സാധാരണ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയാണ്. അപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവർക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയേ പറ്റുള്ളൂ. ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ ഒരു മത്സരമില്ലാതെ എന്തായാലും LDFന് പറഞ്ഞുവിടാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നണിയുടെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ല. പിന്നെ LDFന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയേ പറ്റൂ. പിന്നെ LDF അതിന്റെ വലിയ LDFും ഓരോരുത്തരും അതാത് സ്ഥലങ്ങളിലൊക്കെ അതാത് പ്രദേശങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെയാണ് സെലക്ട് ചെയ്യുന്നത്. LDFും അത് തന്നെ ചെയ്തിരിക്കുന്നു. അതല്ലാതെ വലിയ മതേതര സ്വഭാവമൊന്നും അതിൻ്റെ അകത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും പറയാനുള്ള യോഗ്യതയുമില്ല കേരളത്തിലെ LDFന്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് BJPയേക്കാൾ കൂടുതൽ സാമുദായികമായി ഈ കേരളത്തെ ഡിവൈഡ് ചെയ്യാനുള്ള വലിയൊരു പരിശ്രമത്തിലായി ഇപ്പൊ BJPയും ഇടതുപക്ഷവും തമ്മിൽ മത്സരം നടക്കുക. ആ ഒരു മത്സരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു വിഷയം, പ്രത്യേകിച്ച് നമുക്കറിയാം അന്ന്, അതായത് അദ്ദേഹം പറഞ്ഞത് അന്ന് അഹമ്മദ് സാഹിബ് മത്സരിക്കുമ്പോഴുള്ള ഒരു UDF സാഹചര്യമല്ല ഇപ്പോഴുള്ളത്, കൂടുതൽ ശിഥിലമായിരിക്കുന്നു. മാണി ഗ്രൂപ്പ് വിട്ടുപോയിരിക്കുന്നു. മാണി ഗ്രൂപ്പിനെ പോലും ഈ UDF സംവിധാനത്തിന്റെ പുറത്തുനിന്ന് ഒപ്പം നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ലീഗ് പോയിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ LDFന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ്, അതായത് ജനങ്ങൾക്കിടയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ LDFന് കൂടുതൽ സാധ്യതകളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലുമില്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വിലയില്ലാതായി പോയിരിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണമുന്നണിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭരണകൂടവും കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തെക്കുറിച്ച് ഒരു വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ധാരണയാണോ ഇന്ന് ജനങ്ങൾക്കുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനം പിൻ പോയിന്റ് ചെയ്തത് സ്ത്രീ സുരക്ഷയായിരുന്നു, ജിഷയുടെ വധവുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ നൂറുകണക്കിന് ജിഷമാരാ ഓരോ ദിവസവും ഉണ്ടാകുന്നത്. പിണറായി വിജയന് അതിന്റെ മുമ്പിൽ അസ്തപ്രജ്ഞനായി നിൽക്കുകയാ. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഇത്രയും ഒരു ദുർബലനായ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ ജനങ്ങള് എന്തിനടിസ്ഥാനത്തിലാണ് LDF ശക്തമായി എന്ന് പറയുന്നത്? അത് തെരഞ്ഞെടുപ്പിൽ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ LDF പ്രസ്ഥാനം ഇത്രയും ദുർബലവും ഇത്രയും ദയനീയവുമായി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ദയവായി തുടരുക. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹം പ്രധാനമായും മറുപടി പറഞ്ഞത്. ഒന്ന്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പം സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ വലിയൊരു പ്രതീക്ഷയായി പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു യുവ നേതാവിനെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഫൈസലിന്റെ സാധ്യതകൾ? അതിനെ ശ്രീ വാഴക്കൻ എതിർത്തു പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഭരണ നേട്ടം ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പിണറായി സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാകും എന്ന ഒരു പ്രതീക്ഷയാണ് കോടിയേരി പറഞ്ഞത്. അതിനെയാണ് അവസാന വാക്കുകൾ അദ്ദേഹത്തിന്, അത് കേട്ട് കാണുമെന്ന് കരുതുന്നു, പറഞ്ഞത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു.
ശ്രീ ഭാസ്കരേന്ദ്രബാബു കേട്ടു. കൊടുത്തുകൊണ്ട് ഞാനത് കേട്ടു. പുതിയൊരു ചെറുപ്പക്കാരന് സാധ്യത കൊടുത്തുകൊണ്ട് യുവത്വത്തിന്റെ ഒരു വികാരങ്ങളുടെ ഒരു പ്രതിനിധിയായി അദ്ദേഹത്തെ രംഗത്ത് അവതരിപ്പിക്കുകയാണ് CPM ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മലപ്പുറത്ത് സത്യത്തിൽ ഏറ്റുമുട്ടുന്നത് എന്തുതരം വികാരങ്ങളാണ്. ഇതിനു മുമ്പ് നമുക്ക് ഇത്തരം ചില അനുഭവങ്ങൾ ഉണ്ട് എന്ന് ഈ വഴക്കിന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മലപ്പുറം പോലെ ഒരു പ്രദേശത്ത് സത്യത്തിൽ ലീഗിനെതിരെ ജയിച്ചു കയറുക അത്ര എളുപ്പമാണ് എന്നാരും കരുതുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഇതിനു മുമ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെ തോൽക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ചതാര് എന്നറിയാം, വഴക്കിനറിയാം. അത് ഏതുതരം യൗവനത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ തോൽപ്പിച്ച ആള് എങ്ങനെയൊക്കെ ആയിരിക്കുന്നു എന്ന കാര്യമൊക്കെ അറിയാമല്ലോ. അങ്ങനെ വരുമ്പം നമുക്ക് ചരിത്രത്തിന്റെ മുന്നിൽ ആ നിലയ്ക്കുള്ള ചില അനുഭവങ്ങളുണ്ട് വാഴിക്കാൻ. അതുകൊണ്ട് താങ്കൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ചരിത്രം. അപ്പൊ സത്യത്തിൽ ഈ നിലയ്ക്ക് ഒരു വലിയൊരു യുദ്ധഭൂമിയായി മലപ്പുറം മാറും. അതിന് കാരണം മലപ്പുറത്ത് ഇപ്പോൾ അന്തരിച്ച ഈ അഹമ്മദിന് പകരം മറ്റൊരു MP തെരഞ്ഞെടുക്കുന്ന പണി മാത്രമല്ല അവിടെ നടക്കുന്നത്. മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിന്റെ ചില അലയൊലികൾ അവിടെയുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതുതരം നിലപാടാണ് മലപ്പുറത്ത് കൈക്കൊള്ളാൻ പോകുന്നത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയായി മലപ്പുറം മാറും. നമുക്കറിയാമല്ലോ BJPയുടെ സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, അദ്ദേഹം വരാൻ പോകുന്നത് ഏതുതരം വീക്ഷണം കൊണ്ടാണ് നമുക്കറിയാം. അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ യഥാർത്ഥ വിശ്വാസം ആർക്കൊപ്പമാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അത് UDF-നൊപ്പമാണോ അതോ LDF-നൊപ്പമാണോ? BJP ഈ ചിത്രത്തിൽ തന്നെ നമ്മൾ കണക്കാക്കണമെന്നില്ല. BJP പോലും അങ്ങനെ ആലോചിക്കുന്നില്ല. മറിച്ച് ഒരു കാര്യം വ്യക്തമാണ്, ഈ അഹമ്മദ് സാഹിബ് അവിടെ മത്സരിക്കുമ്പോൾ UDF-ന്റെ പരിപൂർണ പിന്തുണയുണ്ടായിരുന്നു. വലിയ വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ വിജയത്തിനൊപ്പം ഒരു വിജയം ഏതായാലും കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കും എന്നാരും കരുതുന്നില്ല, വാഴക്കൻ പോലും കരുതുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ നിലയ്ക്ക് ഈ എന്താ പറയാ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ഭാവമാറ്റം, ആ ഭാവമാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിന് പറ്റുന്ന യുവത്വത്തിന്റെ ഒരു പ്രതിനിധിയായ MP ഫൈസൽ അഡ്വക്കേറ്റ് അദ്ദേഹം വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ വരുമ്പം പഴയ ചരിത്രവും ഇപ്പോൾ ആവർത്തിക്കാൻ പോകുന്ന പുതിയ ചരിത്രവും ഒക്കെ ഒന്ന് പഠിക്കാൻ വാഴക്കൻ അടക്കമുള്ള വലതുപക്ഷ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു അനുകൂല പാഠമാക്കി മാറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്രബാബു. ഒപ്പം തന്നെ ശ്രീ ജോസഫ് വാഴക്കനെ അവസരം കൂടെ പ്രതീക്ഷിച്ചാലും KT ജലീലിന്റെ അന്നത്തെ ആ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ ഭാസ്കരേന്ദ്രബാബു സംസാരിച്ചത്.